മഹാദുരന്തത്തിന് ശേഷം അങ്ങേയറ്റം വേദനയോടെ നമ്മൾ ഒരു ദിവസം കൂടി തുടങ്ങിയിരിക്കുകയാണ്. വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 276 100-ലധികം പേരെക്കുറിച്ച് ഇപ്പോഴും വിവരം ലഭിച്ചിട്ടില്ല. കല്ലുകളും ചെളിയും നിറഞ്ഞ വീടുകളിൽ ഇപ്പോഴും നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയിക്കുന്നത്. മരണസംഖ്യ ഉയർന്നേക്കുമെന്നറിയുന്നു. മുണ്ടക്കൈയിലെ സൈന്യം നിർമ്മിക്കുന്ന ബെയിലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. പുഴയിലെ കുത്തൊഴുക്കിനെ അവഗണിച്ചാണ് നിർമ്മാണം നടക്കുന്നത്. പാലം രാവിലെ കരയിൽ ബന്ധിപ്പിക്കും. പാലം പൂർത്തിയായാൽ കൂടുതൽ യന്ത്രസാമഗ്രികൾ മുണ്ടക്കൈയിലേക്ക് എത്തിക്കാനാകും. ചാലിയാറിൽ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരും ഇന്ന് വയനാട്ടിലെത്തും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഇന്ന് വയനാട്ടിൽ സർവകക്ഷി യോഗവും ചേരും. പാലത്തിന്റെ നിർമ്മാണമാണ് നമ്മൾ ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം വിവിധയിടങ്ങളിൽ രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഒരു ജീവനെങ്കിലും മണ്ണിനടിയിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തേക്ക് എത്തിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെയുള്ള രക്ഷാപ്രവർത്തനം വയനാട്ടിൽ പുരോഗമിക്കുകയാണ്. മുണ്ടക്കൈയാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന മേഖല. അവിടെയാണ് ദുരന്തം ഏറ്റവും അധികം ബാധിച്ചത്. മുണ്ടക്കൈയിലേക്ക് യന്ത്രസാമഗ്രികൾ എത്തിച്ചാൽ മാത്രമേ നിലംപൊത്തിയ വീടുകൾക്കുള്ളിലുള്ള ആളുകളെ പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് മണിക്കൂറുകളോളം നിന്നുകൊണ്ട് കോൺക്രീറ്റ് പാളികൾ ഒരു ചുറ്റിക മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു തകർത്ത് രക്ഷാപ്രവർത്തകരുടെ ഒറ്റ മനസ്സോടെയുള്ള പ്രവർത്തനത്തോടെയുള്ള രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടതാണ്. അതേസമയം യന്ത്രസാമഗ്രികൾ കൂടുതലായി അങ്ങോട്ടേക്ക് എത്തുമ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുമെന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്ന് ഒരു ദിവസത്തിലേക്ക് കടക്കുന്നത്. ബെയിലി പാലത്തിന്റെ നിർമ്മാണമടക്കം ഏത് ഘട്ടത്തിലെത്തിയെന്ന് നമുക്ക് നോക്കണം. MS അനീഷ് കുമാർ നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോൾ അനീഷ് എവിടെയാണുള്ളത്? നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാനമായും നോക്കുന്നത് ഇനിയും ജീവൻ മണ്ണിനടിയിൽ ബാക്കിയുണ്ടെങ്കിൽ അവരെയൊക്കെ വളരെ വേഗത്തിൽ ആശുപത്രികളിലേക്ക് മാറ്റണം, ആ ജീവൻ നിലനിർത്തണം എന്നുള്ളത് തന്നെയാണ്. മണിക്കൂറുകൾ പിന്നിടുന്ന ദുരന്തം സംഭവിച്ചിട്ട് ഏറ്റവും സങ്കടകരമായ മണിക്കൂറുകളിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. ഓരോ സമയത്തും ഓരോ മൃതദേഹങ്ങളായി പലയിടത്തു നിന്നും ലഭിക്കുന്നുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ പുലരിയിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്? അപകടം നടന്ന 2 ദിനം പിന്നിടുമ്പോൾ ജീവനോടെ ആളുകളെ പുറത്തെത്തിക്കാമെന്ന പ്രതീക്ഷകൾ ഏതാണ്ട് ഇന്നലെ തന്നെ അവസാനിച്ച മട്ടാണ്. എങ്കിലും ഈ കുരുങ്ങിക്കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങളിൽ എന്തെങ്കിലും ജീവന്റെ തുടിപ്പുകൾ കാണുമോ എന്ന ഒരു തെരച്ചിലിൽ, അങ്ങനെ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തകർ ഉള്ളത്. ഇന്നലെ പൂർണ്ണമായും കൈകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ലഘു യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയാണ് നടന്നത്. എന്നാൽ ആ പരിശോധനയിൽ കുടുങ്ങിക്കിടക്കുന്ന വലിയ കോൺക്രീറ്റ് പാളികൾ, മരങ്ങൾ, ചെളി, വെള്ളം, പാറക്കഷ്ണങ്ങൾ എന്നിവയൊക്കെയാണ് വലിയ തടസ്സം സൃഷ്ടിച്ചത്. ഏതാണ്ട് മുണ്ടക്കൈ ഭാഗത്ത് 90% ആ വീടുകൾ നശിച്ചു കഴിഞ്ഞു എന്നാണ് ഇന്നലെ നടത്തിയ പരിശോധനയിൽ അധികൃതർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ഒപ്പം ആ മേഖല ഏതാണ്ട് മുഴുവനായി തന്നെ ഒരു തെരച്ചിലിന്റെ റഡാറിൽ ഉൾപ്പെടുത്താൻ അധികൃതർക്ക് കഴിയുകയും ചെയ്തു. പോലീസും ഫയർഫോഴ്സും ഒപ്പം ആർമിയും എല്ലാം ഇന്നലെ ആ മേഖലകളിൽ സംയുക്തമായി തന്നെ തെരച്ചിൽ നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും അതുകൊണ്ട് ഈ ഒറ്റപ്പെട്ട നിലയിലുള്ള അല്ലെങ്കിൽ കൂട്ടം തെറ്റിയെവിടെങ്കിലും ഈ അഭയത്തിനായി കൈകൂപ്പുന്ന ആളുകളെ, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ആളുകളെ കാണാൻ കഴിഞ്ഞില്ല എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് ഇനി പുറത്ത് ആരുമില്ല. ഇനി കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലായി പോയ ആളുകളാണുള്ളത്. ഒരുപക്ഷെ വീടുകൾ നിലനിന്ന സ്ഥലം പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഈ സ്ഥലം രൂപാന്തരം പ്രാപിച്ചു എന്നാണ് ഇന്നലെ കണ്ടെത്താൻ കഴിയുകയും ചെയ്തത്. അതുകൊണ്ട് അത്തരം ഇടങ്ങളിൽ വീടുകൾക്കകത്ത് കയറി പരിശോധന നടത്തുമ്പോൾ ഈ പൊളിഞ്ഞ കെട്ടിടാവശിഷ്ടങ്ങളും മറ്റുമൊക്കെ വലിയ കട്ടറുകൾ ഉപയോഗിച്ച് കട്ട് ചെയ്യുകയും ഒപ്പം ഈ സ്ഥലത്ത് മറ്റ് യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ച്, പ്രത്യേകിച്ച് മണ്ണുമാന്തി യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് പരിശോധനകളും നടത്തുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ മൃതദേഹ അവശിഷ്ടങ്ങൾ ഈ വീടുകൾക്കുള്ളിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട്. ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇത് തന്നെയാണ്. കാരണം ഈ കാണാതായവരുടെ എണ്ണം കൂടി തന്നെ നിൽക്കുന്നു. നിലവിൽ ലഭിച്ച മരിച്ചവരുടെ കണക്കിനേക്കാൾ കൂടുതലാണ് ഈ കുരുങ്ങിക്കിടക്കുന്ന ആളുകളുടെ കണക്ക് എന്നതാണ് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നത്. ഇതിൽ തന്നെ ഈ പരിശോധിക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങളിൽ നിന്നും എത്ര പേരെ കണ്ടെടുക്കാൻ കഴിയും എന്ന് കണക്കാക്കുമ്പോൾ തന്നെ ചാലിയാറിലേക്ക് ഒഴുകി ഏതാണ്ട് 4-5 മണിക്കൂർ യാത്ര ചെയ്ത് ഒഴുകി ഈ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ ചാലിയാർ പുഴയിൽ എത്തി എന്ന് പറയുമ്പോൾ
അത്തരത്തിൽ നഷ്ടമായ ആളുകൾ ഇനിയുമുണ്ടോ, എത്ര പേരിങ്ങനെ നഷ്ടമായെന്ന് അടക്കമുള്ള കണക്കുകൾ അവ്യക്തമായി തുടരുന്നു. ആർക്കും കണക്ക് കൂട്ടാനോ തിട്ടപ്പെടുത്താനോ കഴിയാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. ആശുപത്രിയിലും മോർച്ചറിയിലും ഈ ദുരിതാശ്വാസ ക്യാമ്പിലുമൊക്കെ തങ്ങളുടെ ഉറ്റവരെ തിരഞ്ഞ് നടക്കുന്ന ആളുകളെ നമ്മൾ ഇന്നലെ പലയിടങ്ങളിലും കണ്ടു. അവർ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഒരുപക്ഷെ ക്യാമ്പിൽ പോയി തങ്ങളുടെ ഉറ്റവരുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. കാരണം മൊബൈൽ ഫോണിലും മറ്റുമൊക്കെ വിളിച്ചാൽ പലരെയും ലഭിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഒപ്പം ഈ അപകടത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് നഷ്ടമായവർ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. അവരും തങ്ങളുടെ ഉറ്റവർ, ഒപ്പമുണ്ടായിരുന്നവർ, അമ്മ, മകൾ, മകൻ അല്ലെങ്കിൽ ബന്ധു എന്നിവരൊക്കെ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ എവിടെയായി സുരക്ഷിതമായി എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ തിരഞ്ഞ് നടക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതുകൊണ്ട് ഈ കാണാതായവർക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് ഇനി ഏറ്റവും വലിയ വെല്ലുവിളി. കെട്ടിടാവശിഷ്ടങ്ങളിൽ കുരുങ്ങിക്കിടന്നാൽ പോലും ഇപ്പോൾ 2 ദിനം കഴിയുന്നു. കനത്ത മഴ, പ്രതികൂലമായ കാലാവസ്ഥയൊക്കെയാണ് എല്ലായിടത്തും ഉള്ളത്. അതുകൊണ്ട് എത്ര പേരെ ഇനി ജീവനോടെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത അല്ലെങ്കിൽ ഉറപ്പ് പറയാൻ അധികൃതർക്ക് കഴിയുന്നില്ല. ഇന്നലെയും പൂർണ്ണമായും പുറത്തെടുത്തതിൽ എല്ലാവരും തന്നെ മൃതശരീരങ്ങളാണ് ഇന്നലെ പുറത്തെടുത്തത്. അവ താഴേക്ക് എത്തിച്ച ശേഷം, ചൂരമലയിൽ എത്തിച്ച ശേഷം റോപ്പ് വേ വഴിയാണ് പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഈ ബെയിലി പാലത്തിന്റെ പണി പൂർത്തിയാവുന്നത് വലിയ ആശ്വാസം ഇക്കാര്യത്തിൽ നൽകും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യന്ത്രസാമഗ്രികൾ, ഊരാളുങ്കൽ പോലുള്ള വൻകിട നിർമ്മാണ വിദഗ്ധരിൽ നിന്നും, ഒപ്പം ഈ ക്വാറി ഓണർമാർ, ക്രഷർ ഉടമകൾ എന്നിവ അസോസിയേഷൻ എന്നിവയിൽ നിന്നെല്ലാം വലിയ മണ്ണുമാന്തി യന്ത്രങ്ങൾ സ്ഥലത്തേക്ക് എത്തിച്ചിരുന്നു. ആ മണ്ണുമാന്തി യന്ത്രങ്ങൾ ഇനി അവിരാമം ഇത്തരം ഈ ദുരന്ത ബാധിത പ്രദേശങ്ങളിലേക്ക് നീക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ ഈ യന്ത്രസാമഗ്രികൾ മലയിലേക്ക് എത്തുമ്പോൾ ഈ വേഗം വർദ്ധിക്കും തെരച്ചിലിന്റെ. ഒപ്പം ഈ ലഭിക്കുന്ന മരിച്ച രീതിയിൽ പുറത്തേക്ക് എത്തിക്കുന്ന ആളുകളുടെ എണ്ണവും വർദ്ധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ പുറത്തു വന്ന കണക്കിന്റെ അത്രയും തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ മരണനിരക്ക് ഇന്നത്തെ ദിനം ഉണ്ടാവാനുള്ള സാധ്യതകൾ തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിലും നൽകാൻ കഴിയുന്നത്. അതാണ് ഇന്ന് ഏറ്റവും പ്രതീക്ഷ എന്ന് പറയുന്നത് ബെയിലി പാലം നിർമ്മാണം പൂർത്തിയാകും എന്നുള്ളത് തന്നെയാണ്. അനീഷ് പറഞ്ഞതുപോലെ കൂടുതൽ യന്ത്രസാമഗ്രികൾ മലയിലേക്ക് എത്തിക്കാൻ കഴിയുന്നതോടെ അവിടെ നിന്നും ഈ കെട്ടിടാവശിഷ്ടങ്ങൾ നീക്കിയുള്ള പരിശോധന വേഗത്തിലാകും എന്നുള്ളതാണ്. അതിനടിയിൽ ഇപ്പോഴും ആളുകളുണ്ട് എന്നുള്ള വിവരമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയൊക്കെ കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റിയുള്ള പരിശോധനയ്ക്ക് ചെറിയ ഉപകരണങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് അവിടെ നടന്നത്. അത് ഇന്ന് കൂടുതൽ വേഗത്തിലാകും എന്നുള്ളതാണ്. നമുക്കറിയാം, ബെയിലി പാലം സൈന്യത്തിൻ്റെ ഒരു താൽക്കാലിക പാലം നിർമ്മാണമാണ്. ബെയിലി പാലത്തെ സംബന്ധിച്ചിടത്തോളം 190 അടിയാണ് ചൂരൽമലയിൽ നിർമ്മിക്കുന്ന ബെയിലി പാലത്തിൻ്റെ നീളം.